അറ്റ്ലീസ്റ്റ് കുറേ കാലത്തിന് ശേഷം 20,000 രൂപയുടെ താഴേക്ക് അത്യാവശ്യം കോംപ്രമൈസസ് ഒന്നും ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഏറ്റവും അടിപൊളിയാണെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ iQOO Z10R കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 17,499 8GB 128GB എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുമ്പോൾ 19,499 നിന്ന് 2,000 രൂപയുടെ ബാങ്ക് ഓഫർ, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓഫർ, ഡെബിറ്റ് കാർഡ് ഇല്ലാന്ന് തോന്നുന്നു, ക്രെഡിറ്റ് കാർഡ് ഓഫർ അല്ലെങ്കിൽ 2,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആണ് പറയുന്നത്. അത് ഏത് ഫോണാണെങ്കിലും അതൊരു നിശ്ചിത തീയതിയും പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 17,499 കിട്ടും. ഞാൻ പറയുമ്പോൾ 256 എങ്കിലും എടുക്കുക. അപ്പോൾ ഈ 256-ന് 21,499 നിങ്ങൾക്ക് 2,000 രൂപ കുറച്ചിട്ട് 19,499 കിട്ടും. പിന്നെ 12GB 256GB വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. പെട്ടിയിടത്ത് 44 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. പിന്നെ ഒരു Type A to Type C കേബിൾ വരുന്നുണ്ട്. സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി ബാക്കി ഫോണിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പം 2 കളർ വേരിയൻസിലാണ് വരുന്നത്. അത് കളേഴ്സൊക്കെ അവനവൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഒരു വിവോയിഷ് ടൈപ്പ് ഡിസൈനാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഗ്രേഡ് അല്ലെങ്കിൽ ഒരു SGSൻ്റെ 5 സ്റ്റാർ ഡ്രോപ്പ് സർട്ടിഫിക്കേഷനും പിന്നെ ഫ്രണ്ടിൽ ഡയമണ്ട് ഷീൽഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏതാ ഗ്ലാസ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് പറയുന്നത്. ഗൊറില്ല ഗ്ലാസിൻ്റെ ഏത് വെർഷനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബാക്ക് പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസാണ്, മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും. പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഡ്യൂറബിലിറ്റീൻ്റെ ആ ഒരു ആസ്പെക്റ്റും കൂടി വെച്ച് നോക്കുമ്പോൾ IP6869 കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ 5 സ്റ്റാർ റേറ്റിംഗ് മറ്റേ ഡ്രോപ്പ് പ്രൊട്ടക്ഷനും വെള്ളത്തിൻ്റെ റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പിടിച്ച് മുക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി IP68 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണ് വെള്ളത്തിൽ മഴ കൊണ്ടപ്പം, അതാണ് ചിന്തിക്കേണ്ടത്, മഴ കൊണ്ടപ്പം സാംസങ് ഗാലക്സി S20 FE മഴ കൊണ്ട സമയത്ത് അതിൽ വെള്ളം കയറുകയാണ് ഉണ്ടായത്. വെള്ളം കയറിയില്ല, പക്ഷേ മൈക്കിലും സ്പീക്കറിലൊക്കെ വെള്ളം കയറി അടഞ്ഞ് ഫുള്ള് ടെൻഷനായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിലൊന്നും പിടിച്ച് മുക്കരുത്. നമുക്കൊരു സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് കാണുക അതിനെ. പിന്നെ ഈ മിലിറ്ററി ഗ്രേഡും പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ 184 ഗ്രാമാണ് വെയിറ്റ്. 7.3 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. വളരെ തിക്നെസ് കുറഞ്ഞൊരു ഫോണാണ്. സോ ഹാൻഡിൽ ചെയ്യാൻ നല്ല രസമായിരിക്കും. പിന്നെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ഉള്ള ഏറ്റവും തിക്നെസ് കുറഞ്ഞ സ്മാർട്ട് ഫോണാണ് ഈ സെഗ്മെൻറ്റിൽ എന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് Type C 2.0 ആണ് പോർട്ട് വരുന്നത്. ഡ്യുവൽ സിം കാർഡ് സ്ലോട്ട് ഓൺലി ആണ്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് കിട്ടുന്നില്ല. 3.5mm ഓഡിയോ ജാക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. ഇനി നിങ്ങൾ ബാക്കി വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് മറന്നത്. കൂടുതൽ കളയണ്ട, നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാം. ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ 120 ഹെർട്സിൻ്റെ AMOLED സ്ക്രീനാണ്. ക്വാഡ് കർവ്ഡ് പാനലാണ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഞാൻ കർവ്ഡിൻ്റെ ഒരു ഫാനല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേസിൻ്റെ ഫാനാണ്. പക്ഷേ എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേസ് ആണ് കാണാനൊക്കെ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തായാലും അതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേയുടെ ഫാനാണ് ഞാൻ. ഇനി 1800 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. 1300 നിറ്റ്സ് HBM മോഡ്. HDR10+ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണത്. 10 ബിറ്റിൻ്റെ പാനലാണെന്ന് തോന്നുന്നു. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മൊത്തത്തിൽ അടിപൊളിയാണ്. അതിലൊരു കുറവും അവർ വരുത്തിയിട്ടില്ല. ആക്ച്വലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടതായിട്ടുള്ളതും നല്ലതായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം iQOO Z10 അകത്ത് ഒരു മോണോ സ്പീക്കേഴ്സ് ആയിരുന്നു വെച്ചത്. അപ്പം അങ്ങനെ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. നമുക്ക് OnePlusൻ്റെ Nord CE5ലും അതിന് 25,000 രൂപ, അതിലും മോണോ സ്പീക്കേഴ്സാണ്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ഫെയർലി നല്ലതുമായിരിക്കും. ദാറ്റ്സ് എ ഗുഡ് തിങ് എന്നൊക്കെ പറയേണ്ട അവസ്ഥ വരുന്നത് തന്നെ ഭയങ്കര കഷ്ടമാണ്. കാരണം പണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ പ്രൈസ് റേഞ്ചിലും വരുന്നൊരു സാധനമായിരുന്നു. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് MediaTek Dimensity 7400 അല്ലെങ്കിൽ 7400 അല്ലെങ്കിൽ 7400 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിപ്സെറ്റാണ്. പവർ എഫിഷ്യൻ്റ് ആയിരിക്കും. LPDDR4X UFS 2.2. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫെയർലി ഗുഡ് ഇനഫ് ആയിട്ടുള്ള നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ LPDDR4Xൻ്റെ കൂടെ UFS 3.1 എങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ LPDDR5Xും UFS 3.1 ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ പക്ക പെർഫെക്റ്റ്, പക്ക പൊളി അടിപൊളി സാധനമായേനെ.
പക്ഷേ എങ്കിലും അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യും. IQ ആയതുകൊണ്ട് എന്തായാലും ഒപ്റ്റിമൈസ് ചെയ്യും. അത് എഡിറ്റിങ്ങിനായിക്കോട്ടെ. ഈ ഒരു ഫോൺ മെയിൻലി മാർക്കറ്റ് ചെയ്യുന്നത് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ്. യങ്സ്റ്റേഴ്സ്, ക്രിയേറ്റേഴ്സ് അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഗെയിമിംഗ് പേഴ്സ്പെക്റ്റീവിലല്ല. കാരണം അതിൻ്റെ ക്യാമറയും കൂടി അതിന് വലിയൊരു റീസണാണ്. പിന്നെ അത്ര CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊന്നും അധികം ഹീറ്റൊന്നും ആയിട്ടില്ല. 93% കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. 7 lakhിൻ്റെ പുറത്ത് 102 സ്കോർ കിട്ടുന്നുണ്ട്. പക്ഷേ 60 FPS BGMI കിട്ടുന്നത്. ഈ ചിപ്സെറ്റ് OTA അപ്ഡേറ്റ് വഴി 120 FPS തരേണ്ടതാണ്. പക്ഷേ ഇപ്പം 60 FPS ഉള്ളൂ. പിന്നെ അടുത്തത് VC കൂളിംഗ് ചാമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വേപ്പർ കൂളിംഗ് സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടും ആയിരിക്കാം നല്ല ഹീറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. ഇനി നെക്സ്റ്റ് ബാറ്ററി സെക്ഷൻ പറയുമ്പോൾ 5700 mAh ബാറ്ററി, 44 വാട്ട്സിൻ്റെ ചാർജിങ്. ഞാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. കാരണം ഇത്രയും തിക്നെസ്സിൽ 5700 ഫിറ്റ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. 44 വാട്ട്സ് എന്ന് പറയുമ്പം അത് മിഡ് റേഞ്ച് ലെവൽ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. 20,000 രൂപ ആയിരുന്നൊരു 67 വാട്ടൊക്കെ കൊടുക്കാം. പക്ഷേ കുഴപ്പമില്ല, 44 ഉണ്ടല്ലോ. പിന്നെ ബൈപ്പാസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ തന്നെ ഗെയിം മോഡിൻ്റെ അകത്താണ് അത് വരുന്നത്. അപ്പം ഗെയിം മോഡും കൂടി പറയാം. ഗെയിം മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ബൈപ്പാസ് ചാർജിങ്ങും കിട്ടും. ബൈപ്പാസ് ചാർജിങ് കുത്തിയിട്ട് കൊണ്ട് ഗെയിം കളിക്കാമെന്നാണ്. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ അവരിതൊരു ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി OSനെ കുറിച്ച് പറയുമ്പോൾ FunTouchOS 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. ബ്ലോട്ട്വെയർ ഉണ്ടാവും, ആഡുകൾ ഉണ്ടാവും, വെറുപ്പിക്കലുണ്ടാവും. അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. FunTouchOS ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടൊന്നും പറയാനില്ല. പിന്നെ 60 മാസത്തെ, അതായത് 5 കൊല്ലം സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ അത് കാരണം നമുക്ക് എന്തായാലും 5 കൊല്ലത്തേക്ക് നല്ലപോലെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കാം. അതൊരു TV റെയിൻലാൻഡിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ പോലെയാണത്. പിന്നെ AI ഫീച്ചേഴ്സ് നോക്കുമ്പോൾ സർക്കിൾ ടു സെർച്ച്, ജെമിനി ലൈവ്, പിന്നെ ട്രാൻസ്ലേറ്റ്, നോട്ട് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിൻലി നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള AI ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള AIയും പരിപാടിയൊക്കെ ഉണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി 5G ഫോണാണ്. Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.4, IR ബ്ലാസ്റ്റർ ഇല്ല, NFC-യുടെ സപ്പോർട്ട് ഇല്ല. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് 4D ഗെയിം വൈബ്രേഷൻ മോട്ടർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആവറേജ് ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണെന്നാണ് റിവ്യൂസ് കണ്ടപ്പോൾ മനസ്സിലായത്. ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒപ്റ്റിക്കലായിരിക്കും, വലിയ കുഴപ്പമുണ്ടാവില്ല, സ്പീഡിലായിട്ട് വർക്ക് ചെയ്യും. ഫേസ് അൺലോക്കും കൂടി വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ IMX882 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് OISൻ്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ സെൻസർ എന്ന് പറയുന്നത് 2 MP ഡെപ്താണ്. അതിൽ 4K 30 FPS. നമുക്ക് മെയിൻ സെൻസറിൽ 4K 30 FPS, അതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടർ, അതിലും 4K 30 FPS. 4K 60 ഇല്ല, 4K 30 FPS. അപ്പം അങ്ങനെയാണ് ക്യാമറ സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ക്യാമറ നല്ലതായിരിക്കും. അവരിത് ക്യാമറയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല IQ ക്യാമറ നല്ലപോലെ ചെയ്യാറുമുണ്ട്. ഇപ്പം ഞാൻ IQ Neo 10ൻ്റെ ഇൻഹാൻഡ് റിവ്യൂ വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിരുന്നോളാം. അതിലും എനിക്ക് പറയാനുള്ളതും ബേസിക്കലി അതിൻ്റെ ക്യാമറ നല്ലതാണ്. IQ ക്യാമറ നല്ലപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ അപ്ഡേറ്റ്സ് അവർ മോശമാവുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടുന്നുണ്ട്. IQ Z9Sലും Z9S Pro അങ്ങനെയുള്ള ഫോണുകളിൽ അവർ മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എത്രത്തോളം അറിയില്ല. എനിവേസ് ഇപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും. ഡെപ്ത് സെൻസർ ആണെങ്കിൽ പോലും ഇനി ഫൈനൽ വെർഡിക്റ്റിലേക്ക് കിടക്കാം. ക്യാമറ അത്യാവശ്യം നല്ല സെൻസറാണ് കൊടുത്തത്. അപ്പം നല്ല സെൻസറും ആണത്. അപ്പം നല്ല രീതിയിൽ ശരിയാണ്, ചിപ്സെറ്റ് ഒരു ഫാക്ടറാണ്, ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ് ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും നല്ല സെൻസർ ആകുമ്പോൾ അതിൻ്റേതായത് ഉണ്ടാകും. പിന്നെ ഒപ്റ്റിമൈസേഷനിൽ ബാക്കി ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഈവൻ തോ UFS 3.1 കൊടുക്കാമായിരുന്നെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ സാക്രിഫൈസസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്, വലിയ ഫെയർലി ഗുഡ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത 44 വാട്ടിൻ്റെ ചാർജിങ്ങും, പിന്നെ ബാറ്ററി ഒപ്റ്റിമൈസേഷനൊക്കെ ഓൾമോസ്റ്റ് ഓൺ പോയിൻ്റ് ആയിരിക്കും. സോ ബാറ്ററി ലൈഫ് കിട്ടും, നല്ല ക്യാമറയും കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് എ റെഡി ഗോ ഫോൺ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോട്ടോയുടെ G86 പവർ എന്ന് പറയുന്നൊരു ഫോൺ വരാനിരിക്കുന്നുണ്ട്. റെഡ്മിയുടെ ഒരു ഫോൺ വരാനിരിക്കുന്നുണ്ട്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അത് നാളെ എങ്ങാനാണ് വരുന്നത്. പിന്നെ മോട്ടോയുടെ G96 എന്ന് പറയുന്നൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോട്ടോയുടെ Edge 50 ഫ്യൂഷനിലിരിക്കുന്ന ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ വെച്ചത്. അപ്പോൾ Edge 50 ഫ്യൂഷൻ 22,000 രൂപയാണ്. അപ്പോൾ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്തു. അതിലുള്ള IP68ഉം ഇതിലുണ്ട്.
അതിനേക്കാളും ബെറ്റർ ക്യാമറ ആയിരിക്കും എന്തായാലും. അപ്പം ആ ഒരു ഫോണിനെ ക്യാൻസൽ ഔട്ട് ചെയ്തിരിക്കുന്നു. ഒരുപാട് മച്ച് ബെറ്റർ പ്രൈസിങ്ങിലാണുള്ളത്. അപ്പം നല്ലൊരു ഫോണാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കണ്ണും പൂട്ടി എടുത്തതാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ റിവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ അത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലൈക്കൻ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാൻ. എല്ലാവർക്കും സേഫ് ബൈ.